ക്ലാസ് തുടങ്ങാറായില്ലേ? ക്ലാസ് തുടങ്ങാറായില്ലേ? All of you, good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. How is going the rain is too heavy, right? The rain is heavily, very heavily rain, right? The heavy rain is happening in Kerala's each region. Okay, can you follow me? Can you? Can't you follow me? Good morning, students. All of you, very good evening. Good morning പറയാം. നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ സമയത്തിന്റെ ആദ്യം കാണുന്നതുകൊണ്ട് good morning പറയുന്നതുകൊണ്ട് no problem there. But I'm saying good afternoon. Can you hear me? What I am saying? Yes, Miss. Yes, ma'am. Okay. അല്ലേ? അപ്പോ നമ്മുടെ കേരളത്തിന്റെ പലയിടത്തും നല്ല മഴയാണ് അല്ലേ? It's just like cats and dogs. അല്ലേ? അങ്ങനെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചില റീജിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഫ്ലഡഡ് റീജിയൻസ് ആണോ? Most parts flooded regions in Kerala, especially in Ernakulam. അല്ലേ? എറണാകുളത്ത് എത്ര പേരുണ്ട്? ഓക്കെ, ആതിര, സൗമ്യ,
Okay. And do you know me? എന്നറിയാമോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? അറിയില്ല. First time in your class. My name is Nirmala. എൻ്റെ പേര് നിർമ്മല എന്നാണ്. The first time I have joined with you. I am taking for you an English class about, and the first time I am taking English basic of parts of speech. ഇംഗ്ലീഷിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു contemporary or traditional form grammar is parts of speech. എന്താ ഫസ്റ്റ് ടൈം ആണ്. നോട്ട്സ് ഒക്കെ എങ്ങനെ കിട്ടും? I can understand what are you saying. Notes എങ്ങനെ കിട്ടും? Do you want notes? Okay, I will share you. It's notes after this class. Okay? Okay. Have you any groups for this PSC? Yes. Then I will share in that group. Okay? Okay. Then, first of all, we are studying about nouns, parts of speech. It is a contemporary or traditional grammar, and this parts of speech. It's a type. പറഞ്ഞോളൂ. ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്താ? Yes. I will translate it for you. That this class will translate you to Malayalam. അല്ലേ? Are you wanting in this class to Malayalam? മലയാളത്തിലേക്ക് വേണമെന്നാണോ പറയുന്നത്? അതെ അതെ. Yes, I will give you. ഞാൻ തരാം കേട്ടോ. ഞാൻ എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തായാലും ഇംഗ്ലീഷിൽ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് കൂടി ഒന്ന് എന്തായിക്കോട്ടെ, ഇംഗ്ലീഷ് കേട്ട് കഴിയുമ്പോഴാണോ കേട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടി അത് യൂസ് ചെയ്താൽ മാത്രമാണ് അതിന് നിങ്ങൾ എന്തായാലും ചിലപ്പോ നിങ്ങൾക്ക് PSC കിട്ടി കഴിയുമ്പോൾ ഓരോ പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നത് എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കണം അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അത് യൂസ് ചെയ്യണം. നമ്മൾ മലയാളം യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട്, ഇംഗ്ലീഷ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ഭാഷയില്. നിങ്ങൾ യൂസ് ചെയ്യുന്നതോടൊപ്പം അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് നിങ്ങൾക്ക് അതിൽ പ്രൊഫഷ്യൻസീസ് യു വിൽ ഗെറ്റ് എ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി when you use that language. അല്ലെ? ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു പ്രൊഫഷ്യൻസി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ്. അതൊരിക്കലും നമുക്കത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോ then first of all I am describing about parts of speech. Here 8 type of parts of speech.
8-type parts of speech. This is divided into 8 types, and 9th one is already situating there, but we are normally using this 8 type of part of speech. അപ്പോ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ബേസിക് ഗ്രാമറിൽ ബേസിക് ആയിട്ടുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളത്, നമ്മൾ കണ്ടംപററി ആയിട്ടുള്ളത്, ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന, അതായത് ആദ്യമേ ഘട്ടം മുതൽ ഗ്രാമർ എന്നുണ്ടായോ അന്ന് മുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച്. അതില്ലാതെ ഒരു ഇംഗ്ലീഷ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ബേസിക് ആയിട്ട് വരുമ്പോൾ നമുക്കത് ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ അല്ലെ. അപ്പോ ഈ ബേസിക് ആയിട്ടുള്ള ഈ പാർട്സ് ഓഫ് സ്പീച്ച് ദാറ്റ് ഇസ് വെരി നെസസറി. ദാറ്റ് ഷുഡ് ബി നെസസറി ടു മേക്ക് എ സെന്റൻസ് അല്ലെ. അതൊരു സെന്റൻസ് ഉണ്ടാക്കി തീർക്കാനായിട്ട് അത് എന്താണ് വളരെയധികം ദാറ്റ്സ് വെരി ഹെൽപ്ഫുൾ അല്ലെ. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, മനസ്സിലായോ? Okay, okay. Yes, ma'am. Then we are going to parts of speech, 8 categories. What are they? We are checking what they are. അല്ലെ, നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. First is, in part of speech, it is divided into first noun. What is noun? And the second is pronoun. And third is verb. And fourth is, third in a minute. First is noun. Second is pronoun. Third is adjective, and the fourth is verb, and the fifth is adverb, and the sixth is preposition, seventh is conjunction, and eighth is interjection. And this is categorized. The parts of speech categorized. First one is, which is first one? Noun. Noun. And the second is pronoun. And third is adjective. And fourth is verb. And fifth is adverb. Sixth is preposition. Seventh is conjunction. And eighth is interjection. Noun is noun. എന്തൊക്കെയാണ് noun? നാമം അല്ലെ. രണ്ടാമത്തത് സർവനാമം. പിന്നെന്താ പറഞ്ഞത്? അഡ്ജക്റ്റീവ് അല്ലെ. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നാമ വിശേഷണം. 4 ക്രിയ, 5 ക്രിയാവിശേഷണം, 6 ഗതിവാക്യം, 7 കൺജങ്ഷൻ. പ്രത്യേകം ഒന്നും പറയുന്നില്ല. കൺജങ്ഷൻ എന്ന് പറയുമ്പോ 2 വേർഡുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടിച്ചേർക്കുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മള് അയ്യോ അല്ലെങ്കിൽ ആഹാ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്നതാണ് നമ്മളെ ഒരു എന്താണ് നമ്മുടെ ഫീലിങ്സ് കാണിക്കുന്നതാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെയോ? ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഓക്കെ ഓക്കെ. ഇത്രയും നമ്മള് അതിന്റെ പാർട്സ് ഓഫ് സ്പീച്ചില് വരുന്നതാണ്. എന്നാൽ ദാറ്റ് 9th ഈസ് അല്ലെ, 8 കാറ്റഗറീസ് ഉണ്ടെങ്കിൽ 9th കാറ്റഗറി എന്ന് പറയുന്നത് 9th ഉണ്ട് അല്ലെ. ശരിക്കും 9th കാറ്റഗറീസ് ഉണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോ 9th കാറ്റഗറീസ് ആർട്ടിക്കിൾ ഓർ ഡിറ്റർമിനർ. Article or determination 9th of parts of speech, that is situating
9th പൊസിഷൻ. അപ്പോ 9ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ചിലെ കാറ്റഗറൈസേഷൻ ഏതാണ്? ആർട്ടിക്കിൾ ഓർ ഡിറ്റർമിനർ അല്ലേ? ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡിറ്റർമിനർ ആണ് 9th പൊസിഷനിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൺ in the first one is noun. Noun is it that indicates the name of a person. Name of a person, name of a thing, place, animal, idea or feelings. Don't you understand? What is noun? Don't you understand about that noun? The definition of noun is that indicates the name of a person, a thing, a place, an animal, idea or feelings. That is called as noun. അല്ലേ? അപ്പൊ noun എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരോ സ്ഥലത്തിന്റെ പേരോ ഒരു വസ്തുവിന്റെ പേരോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരോ ഐഡിയയോ ഫീലിങ്സോ എന്തുമാകട്ടെ, that indicates noun. അതാണ് noun എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, രാമൻ അല്ലേ? The name of a person അല്ലേ? That indicates the name of person. It is an noun അല്ലേ? Noun of a person അല്ലേ? ഒരു വ്യക്തിയുടെ പേരാണ്. Noun of a person. Answer in എറണാകുളം. എന്താ? അതൊരു പ്ലേസ് ആണ് അല്ലേ? ഓക്കെ, name of a place. And chair, that is a thing, ഒരു സാധനമാണ് അല്ലേ? ഇനി cat, an animal. And happy, as a feeling, ഒരു ഫീലിംഗ് ആണ് അല്ലേ? ഓക്കെ ആയോ? ഈ എക്സാമ്പിൾസ് ഒക്കെ ഓക്കെ ആയോ? ഓക്കെ. അപ്പോ ഇതാണ് എന്താണ് ഈ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് ഐ ആം സേയിങ് ദാറ്റ് Maya speaks English. Can you find out nouns from this sentence? Maya is a noun and English is a subject. English അല്ലേ? ഏതെങ്കിലും ലാംഗ്വേജോ അല്ലെങ്കിൽ അത് എന്താണ് ഒരു ഐഡിയാസോ ഇതെല്ലാം തന്നെ അല്ലെ? എല്ലാം എന്താണ് നെയിംസ് ഓഫ് പ്ലേസ് ആൻഡ് അല്ലെ, പ്ലേസ്, പേഴ്സൺ, തിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതെല്ലാം ഉൾപ്പെടുന്നത് എന്തിൽ തന്നെയാണ്? നൗണിൽ തന്നെയാണ്. അപ്പോ മായ എന്താണ്? നൗണാണ്. ഇംഗ്ലീഷ് എന്നതും നൗണാണ്. ഓക്കെ, ആൻഡ് സച്ചിൻ is my favorite cricketer. Can you find out noun from the sentence? Revati Danish, can you find out? Revati Danish. Revati, can you hear me? What I am saying to you? Now, Sia? Sachin. Oh, okay. And here is any other noun from the sentence? In the sentence? Cricketer. Okay. Okay, very good, very good. And
അദ്വൈ എന്നാണോ പേര്? അദ്വൈ. Ma'am, my name is Sangeeta. സംഗീത. Here the word girl and the chair are the A girl words. sat Noun. on a chair. അല്ലേ? Here the girl is a noun and the chair also a noun. അല്ലേ? രണ്ട് nouns. It is also situating in this sentence. There is noun. Two nouns are situating in this sentence. അല്ലേ? അപ്പൊ ഇവിടെ രണ്ട് നൗൺസ് എന്തായാലും ഉണ്ട്. ഗേൾ എന്നുള്ളതും ചെയർ എന്നുള്ളതും എന്ത് തന്നെയാണ്? എന്ത് തന്നെയാണ്? നൗൺ തന്നെയല്ലേ? ആണ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. ഇനി അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പോ ഈ നൗണിനെ നമുക്ക് കൗണ്ടബിൾ എന്നും ആൻഡ് അൺകൗണ്ടബിൾ. Noun is divided into two parts, countable and uncountable. രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു അല്ലെ? രണ്ടായിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുകയാണ് അല്ലെ? കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ എന്ന് വേർതിരിച്ചിരിക്കുന്നു അല്ലെ? ആൻഡ് വാട്ട് ഇസ് കൗണ്ടബിൾ? കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റൂ അല്ലെ? എന്താ കൗണ്ടബിൾ എന്ന് പറയുമ്പോഴ്? പറഞ്ഞു നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയത്. കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഇറ്റ്സ് വെരി കറക്റ്റ് അല്ലെ? കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് ക്വാണ്ടിഫൈഡ് അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫൈഡ് വിത്ത് എ നമ്പർ അല്ലെ? ഒരു നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റും അല്ലെ? കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മുന്നിൽ എത്ര ബുക്ക് എന്താണ്? ഒരു കുറച്ച് ബുക്ക് ഇരിക്കുകയാണ് അല്ലെ? ബുക്ക് എത്ര ബുക്ക് ഉണ്ട് ഇവിടെ? ഞാൻ വരക്കുന്നില്ല. എത്ര ബുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്? എത്ര ബുക്സ് ഉണ്ട് അവിടെ? 2. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 ബുക്സ് അല്ലേ? എത്ര ബുക്ക് ഉണ്ട്? 2 ബുക്സ് ആർ ദേർ അല്ലേ? നമ്മൾക്ക് കൗണ്ട് ചെയ്തെടുക്കാം അല്ലേ? പിന്നെ നമ്മുടെ എന്താണ്, നമുക്ക് എത്ര എന്താണ് കണ്ണുകൾ അല്ലെ? ആ കണ്ണുകൾ എത്ര കണ്ണുണ്ട്? 2. പറഞ്ഞോളൂ. 2 eyes അല്ലേ? അപ്പൊ നമ്മൾ 2 eyes, 2 ears അല്ലെ? 2 ചെവികള്, 2 കണ്ണുകള് അല്ലെ? പിന്നെ കുറെ മിഠായികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മിഠായികൾ അല്ലെ? ഞാൻ വരയ്ക്കാം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാണ് എത്ര മിഠായികൾ ഉണ്ടെന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? എത്ര മിഠായികൾ ഞാൻ ഇവിടെ വരച്ചു? 5 chocolates. 5 അല്ലേ? 5 chocolates are there വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? 5 ചോക്ലേറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. 5 seeds എന്നൊക്കെ പറയാം അല്ലെ? മധുരങ്ങൾ അല്ലെ? 5 seeds are here അല്ലെ? ഓക്കെ. അപ്പോ കൗണ്ടബിൾ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. They have singular and plural forms അല്ലെ? അത് സിംഗുലർ ഫോംസിലോ അല്ലെങ്കിൽ പ്ലൂറൽ ഫോംസിലോ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. സിംഗുലർ ഫോംസിലോ ഓർ പ്ലൂറൽ ഫോംസിലോ ഫോം ചെയ്യാൻ പറ്റും അല്ലെ? വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1 ബോക്സ് എന്ന് കൊടുക്കാം അല്ലെ? ഒരു പെട്ടി ഉള്ളെങ്കിൽ ഒരു പെട്ടി എന്ന് കൊടുത്തൂടെ? 1 ബോക്സ് എന്ന് കൊടുക്കാൻ പറ്റൂലേ? ഒരു ബോക്സ് കൊടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? 3 പൂക്കൾ എന്ന് പറയുമ്പോഴെന്താണ്? അവിടെ 3 പൂക്കള് ഉണ്ട് അല്ലെ? അപ്പൊ 3 flowers കേട്ടാ. അപ്പോ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? 3 flowers എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലെ? 1 ബോക്സ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അല്ലെ? അപ്പൊ we can use singular and plural in countable nouns. അപ്പോ countable nounsല് സിംഗുലർ ആൻഡ് പ്ലൂറൽ വന്നിരിക്കും. ഓക്കെ അല്ലോ? And a and 1 may be used before them അല്ലെ? അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതൊക്കെ എന്തിന് യൂസ് ചെയ്തിരിക്കാം? യൂസ് ബിഫോർ them അല്ലെ? നമ്മള് എന്താണ്? എ ബോൾ എന്ന് പറയാം. എ ബോൾ. പിന്നെ എന്ത് പറയാം? ആൻ എയറോപ്ലെയിൻ എന്ന് പറയുന്നു. ആൻ എയറോപ്ലെയിൻ
a tiffin box, a tiffin box, one hand. അല്ലെ, ഇതൊക്കെ പറഞ്ഞൂടെ നമുക്ക് ഇങ്ങനെ? മനസ്സിലായോ? അപ്പോ എ ആൻഡ് വൺ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? കൗണ്ടബിൾ നൗൺസില് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. Don't you understand? Have you any doubts here? Anyone? No, ma'am. No. Okay. And I am going to another one is uncountable. What is uncountable? That is the opposite of a countable. അല്ലേ? Countable നമ്മൾ എന്ത് പറഞ്ഞു? We can count it. അല്ലേ? That's quantified with a number. അല്ലേ? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഒരു നമ്പർ കൊണ്ട് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. But in uncountable, what's happening here? Can we quantify it? We can't quantify it. അല്ലേ? We can't quantify it with a number and we are expressing with an amount. അല്ലേ? നമുക്ക് എമൗണ്ട് എന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലേ? നമ്മൾ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിന്റെ അളവ് എത്രയെന്ന് എങ്ങനെ പറയും? എന്തിലാ പറയാ നമ്മള്? ലിറ്റർ. അല്ലെ? ഒരു ലിറ്ററിലാണ് നമ്മൾ അത് സൂചിപ്പിക്കുന്നത്. അല്ലെ? 1 ലിറ്റർ എന്നോ 2 ലിറ്റർ എന്നോ അല്ലെ? അങ്ങനെ സൂചിപ്പിക്കാം. കുറച്ച് ഷുഗർ ആണെങ്കിലോ കിലോഗ്രാം. കിലോഗ്രാം. അല്ലെ? അങ്ങനെ എന്താണ്? അപ്പൊ നമുക്ക് ആ മെറ്റീരിയൽസിനെ, ആ സബ്സ്റ്റൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We are quantified with an amount. അല്ലെ? നമുക്ക് എമൗണ്ട് എന്നത് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. But we can't quantify with a number. ഒരു നമ്പർ കൊണ്ട് നമുക്ക് പറയാൻ പറ്റോ? ഇല്ല. അല്ലെ? ഇപ്പൊ വേണമെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂളിന്റെ വാട്ടറിന്റെ മോളിക്യൂളില് എത്ര ഇതുണ്ട്, ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ H2O എന്ന് നമുക്ക് പറയാം. അല്ലെ? 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ഉണ്ടെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ? അങ്ങനെ ഷുഗറിലാണെങ്കിലോ ഒരു ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഷുഗർ പാർട്ടിക്കിൾ C6H12O6 ആണെന്ന് പറയാൻ പറ്റും. അല്ലെ? എത്ര കാർബൺ? 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും കൂടി ചേർന്ന ഷുഗർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ 1 മോളിക്യൂൾ ഓഫ് ദി ഷുഗർ. അല്ലെ? ബട്ട് കുറെ മോളിക്യൂൾസ് കുറെ ഷുഗർ ഉണ്ടെങ്കിൽ പറ്റോ? ഒരു 1/2 കിലോ ഷുഗർ ഉണ്ട്, അതിനകത്ത് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റോ? It's very difficult. അതിന്റെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെ? കെമിസ്ട്രിയിലെ അല്ലെ? മോളിക്യൂൾസിന്റെ ഇതൊക്കെ വെച്ച് കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ½ kg ഷുഗറിൽ എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ടെന്നൊന്നും നമുക്ക് ഇപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു സാധാരണ കോമൺലി വി ക്യാൻ നോട്ട് ഡു ഇറ്റ്. അല്ലെ? ഇമ്പോസിബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ളതാണ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കാൺട്ട് ക്വാണ്ടിഫൈഡ് വിത്ത് എ നമ്പർ. ക്വാണ്ടിഫൈഡ് വിത്ത് എ നമ്പർ. അല്ലെ? ഒരു നമ്പർ കൊണ്ട് നമുക്ക് ക്വാണ്ടിഫൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് that indicates with an amount. ഒരു എമൗണ്ട് എന്ന രീതിയിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനേ അത് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് അല്ലെ? അതിന് ഉദാഹരണമാണ് വാട്ടർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ്, എണ്ണാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഒക്കെ ഇതില് ഉൾപ്പെടുന്നു. ഓക്കെ അല്ലോ? ഓക്കെ ആയോ? Okay, ma'am. ഓക്കെ. ജസ്റ്റ് ഒന്ന് തമ്പിട്ടാലും മതി കേട്ടോ. ഓക്കെ. ഇനി അപ്പൊ അൺകൗണ്ടബിൾ ആൻഡ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ കഴിഞ്ഞു. ഇനി കൗണ്ടബിളിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യാനല്ലേ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അല്ലെ? വീണ്ടും ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ നൗൺ. Second is common noun. And third is collective noun. അപ്പോ 3 തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ നൗൺ, and the second is common noun,
and third is collective noun. Countable noun is divided into 3. First is proper noun, and second is common, and the third is collective noun. അങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതില് what is proper noun? നമ്മൾ എടുത്ത് പഠിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രോപ്പർ നൗൺ. അപ്പോ ഒരു പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, പ്രോപ്പർ ആയിട്ട് വരുന്നതാണ്. അതായത് ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുക. ഏതെങ്കിലും എന്താണ് ഒരു പേഴ്സന്റെ നെയിം ഓഫ് എ പേഴ്സൺ അല്ലെ, ഞാൻ പറയും നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ animal, name of an idea or feelings, that are noun. These are nouns. Here, in a proper noun, there is a specification that gives a specification in all this. ഇതിൽ എല്ലാത്തിലും എന്ത് കൊടുക്കുന്നു? ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നു. ഉദാഹരണം മോനിഷ is a dancer. Monisha is very creative. Monisha loves her job. അല്ലെ, ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്? മോനിഷ ഇസ് എ ഡാൻസർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ ആരെ കുറിച്ചാ പറയുന്നത്? നമുക്ക് ആര് അല്ലെ? മോനിഷ ഇസ് എ ഡാൻസർ അല്ലെ. ഞാൻ ഇവിടെ പേര് ഇൻഡിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. എന്തെന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു? മോനിഷ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു അല്ലെ, സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്പെസിഫിക്കേഷൻ വന്നു അല്ലെ. എന്ത് വന്നു? ഒരു പ്രത്യേക ഒരു സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞു. ആരാണ് എന്നുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. ആരാണ് ഇവിടെ ഡാൻസർ? ഡാൻസർ ആരാണ്? മോനിഷയാണ് ഡാൻസർ അല്ലെ. ഞാനത് പർട്ടിക്കുലർലി അല്ലെ ഒരു പർട്ടിക്കുലറൈസേഷൻ കൊടുത്തുകൊണ്ട്, ഒരു പ്രത്യേകമായിട്ട് കൊടുത്തുകൊണ്ട്, സ്പെസിഫിക്കേഷൻ കൊടുത്തുകൊണ്ട്, ആ പേര് അവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് ആരെന്നുള്ളതിന് അത് ഉത്തരം കിട്ടി. എന്തെന്നും ആരെന്നും ഏതാണെന്നൊക്കെ നമുക്ക് ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞു. മോനിഷ എന്ന് പറയുന്ന ഒരു ഡാൻസർ ആണെന്നുള്ളത് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാൽ ഞാൻ ഇത്ര എഴുതിയത് നമ്മള് അപ്പോ മോനിഷ ഇസ് എ ഡാൻസർ, മോനിഷ ഇസ് എ വെരി ക്രിയേറ്റീവ്, മോനിഷ ലവ്സ് ഹർ ജോബ് കേട്ടോ. അപ്പോ ഈ മോനിഷയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? സ്പെസിഫിക്കേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ ആ പേര് തന്നെ വീണ്ടും വീണ്ടും എഴുതിയിരിക്കുകയാണ്. അത് ഞാൻ വീണ്ടും ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഉദാഹരണം ഇതിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. അത് ഇനി നോ ആർട്ടിക്കിൾസ് ഇസ് ബീങ് യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നൗൺ അല്ലെ. ഒരു ആർട്ടിക്കിൾസ് നമ്മള് എന്താണ് അതിന് മുന്നിലായിട്ട് മോനിഷയ്ക്ക് മുന്നിൽ ഞാൻ എ എന്നോ ആൻ എന്നോ ദാ എന്നോ ചേർത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രോപ്പർ നൗണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ന് ബിഗിനിങ്ങില് എന്ത് ഉപയോഗിക്കുന്നില്ല, ഒരു ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബട്ട് വി ആർ യൂസിങ് എ ക്യാപിറ്റൽ ലെറ്റർ അല്ലെ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രോപ്പർ നൗൺ വി ആർ യൂസിങ് ക്യാപിറ്റൽ ലെറ്റർ അല്ലെ. ആ ക്യാപിറ്റൽ ലെറ്റർ നമ്മള് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? പ്രോപ്പർ നൗൺ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മള് കൊടുക്കുന്നതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അല്ല പ്രോപ്പർ നൗൺ ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷ് സ്പീക്സ് വെൽ അല്ലെ, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യ ഇസ് മൈ കൺട്രി അല്ലെ, ഇന്ത്യ എന്ന് പറയുന്നത് എന്റെ രാജ്യമാണെന്ന് പറയുന്ന സമയത്ത് ആ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത് ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയല്ല എന്താണ് ആ ഒരു ഇതിലെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ സ്പെസിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് വരുന്നതാണ് പ്രോപ്പർ നൗൺ. ആ നൗണിന് പ്രത്യേകമായ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ്, ഞാൻ ഇവിടെ മോനിഷ എന്ന് എത്ര പ്രാവശ്യം എഴുതി അല്ലെ?
കുറെ പ്രാവശ്യം ഞാൻ മോണിഷ എന്ന് എഴുതിയില്ലേ അവിടെ, അല്ലെ? ഒരു പ്രാവശ്യം മോണിഷ ഈസ് എ ഡാക്ടർ, മോണിഷ ഈസ് എ ക്രിയേറ്റീവ്, മോണിഷ ഈസ് ഷീ ലൈക്സ് ഹർ ജോബ്, അല്ലെ? മോണിഷ ലവ്സ് ഹർ ജോബ് എന്ന് എഴുതി, അല്ലെ? 3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ മോണിഷ മോണിഷ എന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നൗൺ ഇങ്ങനെ തുടർച്ചയായിട്ടല്ലേ, ഞാൻ ഈ നൗൺ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഒരു കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഈ മോണിഷ മോണിഷ എന്ന് പറയുമ്പോ? ഒരു റിപ്പീറ്റേഷൻ വരുന്നില്ലേ? വരുന്നില്ലേ? റിപ്പീറ്റേഷൻ വരുന്നില്ലേ? Yes. അപ്പോ ആ റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാനായിട്ട് നമ്മള് അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ചില സർവനാമങ്ങൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു, She. അല്ലെങ്കിൽ കോമൺ നൗൺസ്, അല്ലെ? അതായത് കോമൺ നൗൺ യൂസ് ചെയ്യുന്നു. കോമൺ നൗൺ മീൻസ് ജനറൽ നൗൺ, അല്ലെ? കോമൺ നൗണെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ജനറൽ നൗൺ എന്ന് കൂടി വിളിക്കാം, അല്ലെ? ജനറൽ ആയിട്ടുള്ള നൗൺ എന്ന് പറയും. നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് കൊടുക്കാം മോണിഷ ഈസ് എ ഡാൻസർ. മോണിഷ ഈസ് എ ഡാൻസർ എന്ന് കൊടുക്കും. വീണ്ടും മോണിഷ വരുമ്പോ റിപ്പീറ്റേഷൻ വരുന്നു, അല്ലെ? ആ റിപ്പീറ്റേഷൻ, to avoid that repetition, we are using this common noun or general noun, that is she, he, we, they. Such type of nouns are common nouns are using instead of that proper noun. അപ്പൊ പ്രോപ്പർ നൗണിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോപ്പർ നൗണിന് പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കോമൺ നൗൺ ഉപയോഗിക്കുന്നു. ഓക്കെ ആയോ? പകരം നമ്മൾ എന്ത് ചെയ്യും? മോണിഷ ഈസ് എ ഡാൻസർ, അല്ലെ? ഷീ ഈസ് വെരി ക്രിയേറ്റീവ്, അല്ലെ? അവൾ വെരി ക്രിയേറ്റീവ് ആണ്. ഷീ ലവ്സ് ഹെർ ജോബ്, അല്ലെ? വീണ്ടും എഴുതാം ഷീ ലവ്സ് ഹെർ ജോബ് എന്ന്. എനിക്കിവിടെ എഴുതാൻ പറ്റുമല്ലോ കേട്ടോ, അതുകൊണ്ടാണ്. ഷീ ലവ്സ് ഹെർ ജോബ്, അല്ലെ? അവളുടെ ജോബ് അവൾക്ക് ഇഷ്ടമാണ്. നമ്മൾ അപ്പൊ അവിടെ എന്ത് ചെയ്തു? ആ മോണിഷയ്ക്ക് പകരമായിട്ട് ഷീ അങ്ങോട്ട് ഉപയോഗിച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞു, അല്ലെ? ഇനി വന്നത് കോമൺ നൗൺ. ഇനി കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ മീൻസ് ഇറ്റ്സ് കളക്ഷൻ ഓഫ് നൗൺ, അല്ലെ? ഒരു കളക്ഷൻ, അതായത് എന്താ വരുന്നത്? ഇപ്പോ ഇതായിക്കോട്ടെ, എന്താണ് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി, അല്ലെ? അതില് എത്രയൊക്കെയാണ്? ചിലപ്പോ എന്താണ്, ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികള്, അല്ലെ? ഇതൊക്കെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫാമിലി എന്ന് പറയുന്നത്, അല്ലെ? അത് ചേർന്നതല്ലേ ഒരു ഫാമിലി, അല്ലെ? അപ്പോ പല വ്യക്തികളൊക്കെ ഉണ്ടാവും, അല്ലെ? so many persons are included in that family, അല്ലെ? അപ്പോ this family, അല്ലെ, different members are included in the family, അല്ലെ? പലതരത്തിലുള്ള മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കളക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് നൗൺ. അങ്ങനെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഇനി ആർക്കെങ്കിലും വേറൊരു എക്സാമ്പിൾ പറയാമോ? കളക്റ്റീവ് നൗണിന്. ഇപ്പൊ ഈ ഫാമിലി ഞാൻ പറഞ്ഞപ്പോൾ മറ്റൊരു ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റും നിങ്ങൾക്ക് പറയാനായിട്ട്. നിങ്ങളൊക്കെ നല്ല, അല്ലെ, എനർജറ്റിക് ആണ്, അല്ലെ? നന്നായിട്ട് അറിയുന്ന, നന്നായിട്ട് പറഞ്ഞോളൂ. അങ്ങനെയൊക്കെ ഉള്ളല്ലേ? വാഹനത്തിന്റെ കൂട്ടം, പിന്നെ ഫ്ലീറ്റ്സ് ഓഫ് കാർ എന്ന് പറയും, അല്ലെ? കാറുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലീറ്റ്സ് ഓഫ് കാർ എന്ന് പറയാം, അല്ലെ? കാറുകളുടെ കൂട്ടത്തെ നമുക്ക് ഫ്ലീറ്റ്സ് എന്ന് പറയാം, അല്ലെ? ഇനി ജനങ്ങളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് ചെയ്യാം? ക്രൗഡ് എന്ന് പറയാം, അല്ലെ? പൂക്കളുടെ കൂട്ടത്തെ ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം, ബഞ്ചസ്. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ ഒരു കളിക്കാരുടെ കൂട്ടത്തെ ടീം എന്ന് പറയാൻ പറ്റും, അല്ലെ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ എന്താണ് ഡോൾഫിന്റെ, അല്ലെ? ഡോൾഫിനെ പോഡ് എന്ന് പറയാം, ഡോൾഫിൻസിന്റെ കൂട്ടത്തിൽ പോഡ്, അല്ലെ? ഇതൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദിസ് ടൈപ്പ് ഓഫ്
collections of noun is called a collective noun. അല്ലേ? She reads novels. She reads novels. എന്താണ്? She reads novels. എക്സാമ്പിൾ പറഞ്ഞത് she read novels. അയ്യോ, എനിക്ക് മനസ്സിലാവണില്ല പറഞ്ഞത്. She reads novels. Siddharth, can you write it? Can you send me as a message? Siddharth, I can't recognize what are you saying. Siddharth, can you hear me? Okay, okay. Okay. And the collective മെസ്സേജ് ചെയ്തിട്ടുണ്ട്. and I, മെസ്സേജ് ചെയ്തായിരുന്നു. message ചെയ്തിരുന്നോ? ആ ശ്രദ്ധിച്ചില്ല കേട്ടോ. മെസ്സേജ് കണ്ടില്ലല്ലോ സിദ്ധാർത്ഥെ, ടീച്ചർ കണ്ടില്ല. ആ നോക്കാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. ആൻഡ് കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ ആണ് അല്ലെ ശരിക്കും അല്ലെ. അപ്പൊ അതായത് ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു വേർഡിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കളക്റ്റീവ് നൗൺസിന്റെ പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തതാണ് നെക്സ്റ്റ് ഈസ്, അപ്പോ ഇനി അൺകൗണ്ടബിൾ നൗൺസ് അല്ലെ. അപ്പോ കൗണ്ടബിൾ നൗൺസിലെ കൗണ്ടബിൾ നൗൺസിനെ എത്ര ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? കൗണ്ടബിൾ നൗൺസിനെ പ്രോപ്പർ നൗൺ എന്നും കോമൺ നൗൺ എന്നും കളക്റ്റീവ് നൗൺ എന്നും തരം തിരിച്ചിട്ടുണ്ട് അല്ലെ. പ്രോപ്പർ നൗൺ എന്താന്ന് പഠിച്ചു കഴിഞ്ഞു, കോമൺ നൗൺ എന്താന്ന് പഠിച്ചു കഴിഞ്ഞു, കളക്റ്റീവ് നൗൺ എന്താന്ന് പഠിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവ ചിലപ്പോ എന്ത് പറയും, ഫൈൻഡ് ഔട്ട് ദ കളക്റ്റീവ് നൗൺ ഫ്രം ദി സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോ ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് നോട്ട്സിലൂടെ ഞാൻ തന്നേക്കാം. പറ്റുന്ന കളക്റ്റീവ് നൗൺസ് തന്നേക്കാം. PSC എന്തായാലും മിക്കവാറും ചോദിക്കാറുണ്ട്, അങ്ങനത്തെ കളക്റ്റീവ് നൗൺസ് ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് uncountable is differentiating to two അല്ലെ. രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. The first one is concrete or material noun. Concrete or material noun, and the second is abstract noun. And in uncountable, nouns are differentiated into, the first is concrete or material noun, the second is abstract noun അല്ലേ. എന്താണിത്? അപ്പോ അൺകൗണ്ടബിൾ നെയിംസിനെ കോൺക്രീറ്റ് എന്നും മെറ്റീരിയൽ നൗൺസ് എന്നും ആബ്സ്ട്രാക്ട് നൗൺ എന്നും അല്ലെ അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചു. അപ്പോ then first of all, what is concrete or material noun? അറിയോ ആർക്കെങ്കിലും കോൺക്രീറ്റ് നൗണും മെറ്റീരിയൽ നൗൺ എന്താണെന്ന്? ആർക്കൊക്കെ അറിയാം കോൺക്രീറ്റ് ആൻഡ് മെറ്റീരിയൽ നൗണിനെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? Did you hear about this concrete and abstract noun? Inver. കാണാൻ പറ്റുന്ന സാധനങ്ങൾ. Okay, that's very good. Very good. What's your name? Renin.
തന്നെ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പോ കോൺക്രീറ്റ് മീൻസ് we can touch. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. We can see, we can hear, taste. അല്ലേ? അത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് എന്തിലൂടെ കിട്ടും? ഈ കോൺക്രീറ്റ് നൗണിലൂടെ കിട്ടും അല്ലെ? എങ്ങനെ കിട്ടും? How will you get these feelings? We can touch a chair അല്ലെ? ഒരു ചെയറിനെ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? We can touch a table അല്ലെ? നമുക്കൊരു ടേബിളിനെ ടച്ച് ചെയ്യാൻ പറ്റും. We can see it അല്ലെ? നമുക്ക് എന്താണ് കാണാൻ പറ്റും അല്ലെ? We can hear a music അല്ലെ? ഒരു മ്യൂസിക്, നല്ല മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ആ മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റില്ലേ? പറ്റോ ഇല്ലേ? പറ്റും അല്ലെ? It is possible അല്ലെ? That is a physical reality happening there അല്ലെ? ഒരു ഫിസിക്കൽ റിയാലിറ്റി അവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട് അല്ലെ? സംഭവിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് അത് ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺ ആണെന്ന് പറയാം. ഓക്കെ ആയോ? ഓക്കെ ആയോ? ഓക്കെ. അത് കോൺക്രീറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺ ആണെന്ന് നമുക്ക് പറയാം. ഒരു ചെയർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ നൗൺ ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു ടേബിൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നൗൺ ആണ്. നമുക്ക് അതായത് ഫിസിക്കൽ റിയാലിറ്റി കമ്മിങ് അണ്ടർ കോൺക്രീറ്റ് അല്ലെ? ഒരു ഫിസിക്കൽ റിയാലിറ്റി അവിടെ വരുന്നു ഇൻ ദിസ് കോൺക്രീറ്റ് ഓർ മെറ്റീരിയൽ നോൺ. ബട്ട് ഇൻ ദ അബ്സ്ട്രാക്ട് നോൺ ഫ്രം no physical reality is not coming there അല്ലെ? ഒരു ഫിസിക്കൽ റിയാലിറ്റി അവിടെ നമുക്ക് ഉണ്ടാകുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ഫിസിക്കൽ റിയാലിറ്റി അവിടെ ഉണ്ടാക്കുന്നില്ല. നോട്ട് ജനറേറ്റഡ് എ ഫിസിക്കൽ റിയാലിറ്റി, ബട്ട് we have some feelings അല്ലെ? we know about it അല്ലെ? അങ്ങനെ സംഭവത്തെ കുറിച്ച് നമുക്കറിയാന്നല്ലാതെ ഒരു ഫിസിക്കൽ റിയാലിറ്റി നമുക്ക് അവിടെ അതിനെ കുറിച്ച് കിട്ടില്ല അല്ലെ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ആ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് എന്തെന്നാണ് ഒരു ഫിസിക്കൽ റിയാലിറ്റി കിട്ടുന്നുണ്ടോ? അരുൺ രാജു, അരുൺ, can you hear me? ശാന്തി, ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോ ഒന്ന് വിളി കേൾക്കണേ. അഖിൽ, ആരുല്ല. നിഷ, can you follow me? Nisha, don't you understand what I am saying? What I am saying to you? Nisha? Reneen? Yes, ma'am. Oh, okay. Reneen, friendship എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കാണാനോ എന്താക്കാനും പറ്റൂലല്ലോ, ഫീലിങ്സ് അല്ലേ? കാണാനൊന്നും പറ്റില്ല, കേൾക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുപോയി തരാൻ പറ്റുമോ? അവിടെ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ? രണ്ടാളുകൾക്കിടയിൽ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ല അല്ലെ? അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? യെസ് മാം. ഓക്കെ. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്, ഇത്രയും പഠിച്ചപ്പോ തന്നെ എന്തെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യണം അല്ലെ? എന്നാലേ നമ്മൾ പഠിച്ചുകൊണ്ട് വലിയ ഗുണമുള്ളൂ. യെസ് മാം. അപ്പൊ അന്നപ്പോൾ തന്നെ
പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ എക്സാമിന്റെ ടൈമിൽ ഒന്ന് നോക്കിയാൽ മതിയാവും. എന്തായാലും പാർട്സ് ഓഫ് സ്പീച്ചില് എത്ര ടൈപ്പ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്നാ പറഞ്ഞത്? രേവതി, ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. രേവതി, രേവതി പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നത് ഒന്ന് പറഞ്ഞത്, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോളാം. പ്രശ്നമൊന്നും ആക്കണ്ട. നിങ്ങൾക്ക് തെറ്റ് പറ്റാം, അല്ല എല്ലാവർക്കും തെറ്റ് പറ്റാം. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പറയാ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിത്തരും. അപ്പോഴും നമ്മൾ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത്. രേവതി, എത്ര പാർട്സ് ഓഫ് സ്പീച്ചിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? 8 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? 9ാമത്തെ ഞാൻ പഠിപ്പിച്ചു തന്നു. എന്നാലും 8 ഏതൊക്കെയെന്നൊന്ന് പറഞ്ഞേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പഠിക്കാം. Noun, pronoun, verb, adverb, adjectives, പറഞ്ഞു. എഴുതിയത് ഏതൊക്കെയെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. articles, preposition, പ്രിപ്പോസിഷൻ അല്ല, പ്രിപ്പോസിഷൻ. എന്താണ്? preposition. പ്രിപ്പോസിഷൻ കേട്ടോ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെ? പ്രിപ്പോസിഷൻ കേട്ടോ. ഓക്കെ. പിന്നെ കൺജങ്ഷൻ, interjection. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ അത്രയുണ്ട് അല്ലെ? ഇനി നമുക്ക് നമ്മൾ ഈ ഇതിന് നൗണിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? ആതിര, നൗണിനെ നമ്മള് 2ആയിട്ട് തരംതിരിച്ചില്ലേ? ഏതൊക്കെയാണ്? ഹലോ മിസ്സേ, കേക്കാവോ? കേൾക്കാം. കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി സ്വാതി, എന്തൊക്കെയാണ് കൗണ്ടബിൾ നമ്പറിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? We can quantify it with a number. Example, book, 2 books, 2 pens. ഞാൻ പറഞ്ഞു അല്ലെ, സിംഗുലറും പ്ലൂറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എയും ആനും 1 ഒക്കെ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ക്വാണ്ടിഫൈഡ് ആയിട്ട് കൗണ്ടബിൾ നമ്പറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അൺകൗണ്ടബിളിലേക്ക് വരുമ്പോൾ അഖിൽ, ശ്രീജേഷ് ആരും എന്ത് ചെയ്യണ്ട കേട്ടോ. ഞാൻ ചോദ്യം ചോദിക്കുന്നു വെച്ചിട്ട് ആരും ഒന്നും ഇത് പോകരുത്. ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം വരുള്ളൂ. കാരണം വെച്ചാൽ പിന്നെ നമ്മള് പഠിക്കുന്നത്, നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോയണെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ല. നമ്മൾ പിന്നെ ഇത് ചെയ്യാൻ നടക്കണ്ട. നമുക്കൊന്നും ഓർത്ത് വെച്ചാൽ മതി അല്ലെ? ആ എക്സാം ടൈം അവൻ നമ്മുടെ ഓർമ്മയിൽ വരും. നമ്മളെങ്ങനെ ചോദിച്ച് അല്ലെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കമ്പൈൻ ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് അത് നിലനിൽക്കുള്ളൂ. അതാണ് കൂടുതലായിട്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോ അത്രേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിച്ചു അപ്പൊ അന്നേരത്തെ ഒരു ഓർമ്മ വരും അല്ലെ? നമുക്ക് ഇന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ അന്നേരത്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആരും ഇത് ചെയ്ത് പോകരുത്. ക്ലാസ് എപ്പോഴാണ് നിൽക്കുന്നത് അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റാൻഡപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ. ശാന്തി, ജിതേഷ് രാജു, പറഞ്ഞോ. ഈ അൺകൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ജിതേഷ് എന്താ മനസ്സിലാക്കിയത്? അതൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത വാട്ടർ. അത് തന്നെ, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തത് അല്ലേ? വെരി ഗുഡ്. അപ്പൊ അതൊക്കെ അറിയാലോ. അത്രയൊക്കെ ഞാൻ ചോദിക്കണുള്ളൂ കേട്ടോ. ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും അതിനെന്തായിട്ട് ഇത്ര നമ്മൾ ഭാഗിക്കുന്നുണ്ട്. അതേതൊക്കെയാണ്? നിങ്ങൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. വീട്ടിലിരുന്നിട്ട് ഒന്ന് റെഫർ ചെയ്യുക. നമ്മുടെ അടുത്ത PSC നമ്മുടെ ക്ലാസ്സിൽ വീണ്ടും ഒന്ന് ഞാൻ ചോദിച്ചോളാം. അപ്പൊ എല്ലാവരും ഒന്ന് പറയാനായിട്ട് തയ്യാറായിട്ടിരുന്നാൽ മതി. അപ്പൊ ആരും ചിലപ്പോ മറന്നു പോകാൻ നമ്മള്, പക്ഷെ നമ്മളത് വീണ്ടും
ഓർത്തുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പഠിക്കും അതൊക്കെ. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? അപ്പൊ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് വീണ്ടും പഠിക്കാനായിട്ട് നമ്മൾ ബോറിംഗ് ആയിട്ടല്ല പഠിക്കുന്നത്. നമ്മളെല്ലാം എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി വീണ്ടും അത് നമ്മുടെ ഓർമ്മയിൽ ഒന്ന് ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. കേട്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതെ. കാണാം കേട്ടോ നമുക്ക്. അപ്പൊ ഇതിന്റെ നോട്ട് ടീച്ചറെ ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് അയച്ചിട്ടേക്കാം കേട്ടോ. ഓക്കെ. Thank you, Miss. Thank you, Miss.